വാർത്തകൾ എങ്ങനെ ഉണ്ടാകുന്നു, ഫേക്ക് ന്യൂസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് RSS സംഘം, BJP, ഹിന്ദു പ്രസ്ഥാനങ്ങൾ, പരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു രഹസ്യ ഗ്രൂപ്പ് ചോർന്നു തുടങ്ങിയ വാർത്തകൾ നിങ്ങൾ കണ്ടിരിക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരനടക്കം, ഞാനടക്കം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന ജയകാന്തനും ലക്ഷ്മി കണാത്തും അടക്കമുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ടെന്നും രഹസ്യ സന്ദേശങ്ങളുടെ ഗ്രൂപ്പ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ശ്രീ PM മനോജിന്റെ ഫേസ്ബുക്കാണ്. അദ്ദേഹത്തിന്റെ വോള് പോലും ഈ പ്രത്യേക വാർത്തയും എന്റെ ഫോട്ടോയും ഒക്കെയാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ദേശാഭിമാനിയും ഒക്കെ ആഘോഷിക്കുന്ന ഒരു വാർത്തയാണ്. ദേശാഭിമാനി വെബ്സൈറ്റാണ് ദേശാഭിമാനി.com. നിങ്ങൾക്ക് കണ്ടാൽ മേളിൽ MT വാസുദേവൻ നായർ സാറിന്റെ ചിത്രമാണ്. താഴേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 വാർത്തകളിൽ ഒന്നായി തമിഴ്നാട്ടിലെ ശശികലയുടെയും ശബരിമല നെഹ്റു കോളേജിലെ കാര്യങ്ങളോടൊപ്പം സംഘി രഹസ്യ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ടുകൾ പുറത്ത് മുഖംമൂടി പൊളിഞ്ഞ് രാഹുൽ ഈശ്വർ, ഗാന്ധിയൻ മാർഗം പ്രസംഗിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ മുഖംമൂടി പൊളിഞ്ഞു എന്ന വാർത്ത വരികയും വലിയ ആഘോഷിക്കുകയും ചെയ്തു. ഞാൻ ശക്തമായി മറുപടി ഇട്ടപ്പോൾ എന്ത് പറ്റി? ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഏതൊരു പേജിലേക്കും പോകുന്നില്ല, ആ പേജിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ദേശാഭിമാനി.com/0 തിരിച്ചു പോവുകയാണ്. പകരം വേറൊരു ന്യൂസ് ക്ലിക്ക് ചെയ്താൽ കൃത്യമായ ആ ന്യൂസിലേക്കും മറ്റും പോകുന്നുമുണ്ട്. ഇത്രയും പെട്ടെന്ന് വാർത്ത പിൻവലിക്കുകയും ചെയ്തു. അപ്പോ വ്യാജ വാർത്തകൾ എനിക്കൊരു പുത്തരിയല്ല. ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ ഗുരുവായൂരിൽ പോയപ്പോൾ അവർണ സമൂഹത്തിലുള്ള ആൾക്കാരെ BJPയുടെ ഇലക്ഷൻ റാലിയിൽ നിന്ന് മാറ്റി നിർത്തി തുടങ്ങിയ വ്യാജ വാർത്തകൾ ദേശാഭിമാനിയും കൈരളിയും ഒക്കെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ തെറ്റിദ്ധരിക്കുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിൽ തല്ലിക്കാൻ, ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്നാൽ കഴിയുന്ന ചെറിയ രീതിയിൽ ആരാധ്യരായ തങ്ങൾ കുടുംബത്തോട്, മുസ്ലിം ലീഗിനോട്, കേരളത്തിലെ വലിയൊരു മതസൗഹാർദ്ദത്തിന് പ്രാധാന്യമുള്ള മുസ്ലിം ലീഗ്, MES മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഫസൽ ഗഫൂർ സാർ, ശ്രീ ഹുസൈൻ മടവൂർ, ജമാഅത്തെ ഇസ്ലാമി പോലെ പുതിയ മിഡിൽ ഗ്രൗണ്ട്സ് തേടുന്ന, കോമൺ ഗ്രൗണ്ട്സ് ആത്മാർത്ഥമായി തന്നെ തേടുന്ന പ്രസ്ഥാനം, ഇന്റർഫെയ്ത്തിന്റെ അസീസ് ഭായ്, അദ്ദേഹമാണ് എനിക്ക് അയച്ചു തന്നതുപോലെ, ഇവരോടൊക്കെ പുതിയൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിന് മെച്ചപ്പെട്ട സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിനെ പേടിക്കുന്നതും എതിർക്കുന്നതുമാണ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ PM മനോജിനെ പോലെ, അല്ലെങ്കിൽ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ലൈനോ തീവ്ര ഇടത് ലൈനോ ഉള്ളവർ ചെയ്യുന്നത്. എനിക്കെതിരെ വ്യാജ വാർത്തകൾ വരുന്നതിൽ എനിക്ക് വിഷമവുമില്ല. പക്ഷേ ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ നിങ്ങൾ തടയണം. ഓരോ മുസ്ലിം സഹോദരനും ഈ വാർത്ത പഠിക്കണം. എനിക്കെതിരെ ഈ വന്ന വാർത്തയുടെ പിന്നിലെ ദുരുദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. ഭാരതത്തിൽ, ഇന്ത്യയിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ തമ്മിൽ മെച്ചപ്പെട്ട ബന്ധമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള